വൃന്ദാവനം കടത്തിയത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. ഞാൻ ബർസാനയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. രാധേ 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 എന്തു രാധേ? വേറൊരു കാര്യം, ഈ ശബ്ദം കേട്ടിട്ട് ഏതെങ്കിലും പ്രണയ അഭ്യർത്ഥന എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പലരും അത് കണ്ണന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിരുന്നത്, അവഗണിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും അത് ഉണ്ട്. അതിനെല്ലാം ഭഗവാൻ തന്ന ഒരു മറുപടിയായിട്ട് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്. ഹൈദി വാ ഹൈദി, നോക്ക് നമുക്ക് നാടുകളെ നീക്കണ്ടേ? നീ എന്ത് നോക്കി നിൽക്ക? അങ്കിൾ പറഞ്ഞതല്ലേ ഹൈദി, വാ വേഗം പോവാം, മഞ്ഞുകാലം തുടങ്ങാറായി. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്താണ് ഞാൻ നായകനായിട്ട് ആദ്യമായിട്ട് രാജമൗലി എന്നൊരു കഥാപാത്രമാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. രാജമൗലി വളരെ ധനിക. എന്താണെന്നറിയില്ല, ഭഗവാന്റെ നിയോഗം പോലെ എന്നെ ആരും ഒരു പോലീസും ഒരിടത്തും കണ്ടിട്ടും തടഞ്ഞു നിർത്താതെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തത് മാത്രം ഓർമ്മയുണ്ട്. ഞാൻ തിരിച്ചു ഞാൻ ഇപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ അതെങ്ങനെ സംഭവിച്ചു. അപ്പൊ എല്ലാവർക്കും അതിശയമായിരുന്നു ഞാൻ എങ്ങനെ ഡബ് ചെയ്യാൻ വന്നു. ഇത്രയും പറയാനാണെങ്കിൽ ഒരുപാട് പോകുന്നുണ്ട്. ജെയിംസ് ബോണ്ടില് വില്ലൻ കഥാപാത്രത്തിന് ഞാൻ ശബ്ദം കൊടുത്തത്, പുതിയ ജെയിംസ് ബോണ്ടിനകത്ത്. അതുപോലെ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാനെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്യൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമില് മെയിൻ കഥാപാത്രത്തിന് ഡബ് ചെയ്തു. മെട്രിക്സ് 2 വന്നപ്പോൾ അതിനകത്ത് അത് കൃഷ്ണനാണ്, ഇത് രാധയാണ്. അത് നമുക്ക് വേറൊന്നായിട്ട് ഫീൽ ചെയ്യില്ല. വൃന്ദാവനം കണ്ടെത്തിയ ഞാനാണ്, ഞാൻ ബർസാനയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ എന്ന ഈ ഡയലോഗാണ് ഇന്ന് കേരളക്കരയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ഡയലോഗിൻ്റെ പിന്നിലെ ശബ്ദം, ആ ശബ്ദത്തെ തേടിയാണ് ഇന്ന് ഞാൻ ഇറങ്ങിയത്. ഇന്ന് ആ ശബ്ദത്തിൻ്റെ ഉടമയാണ് നമ്മോടൊപ്പം, മറ്റാരുമല്ല അനീഷ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരമൊക്കെ പറഞ്ഞ് ഞാനിന്ന് ഒഫീഷ്യലാക്കണില്ല, നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകാം. എങ്ങനെ കളിയും തമാശയും. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ള ഒരു വൈറൽ താരമാണ്. എങ്ങനെയാണ് ഈ വൈറൽ എന്ന് പറയുമ്പോൾ എന്താ ഈ വൈറൽ? സത്യത്തിൽ ഈ വൈറൽ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു എനിക്കിതുവരെ അങ്ങനെ ഒരു ഫീലിംഗ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സത്യത്തിൽ ഈ ഒരു കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞൊരു സീരിയൽ ഒരു 4 വർഷത്തിന് മുന്നേ നമ്മൾ ഡബ് ചെയ്ത് തുടങ്ങിയതാണ്. 2018 സ്റ്റാർട്ട് ചെയ്തതാണ് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ. സ്റ്റാർ ഭാരതിൽ രാധാകൃഷ്ണ എന്ന പേരിൽ പൊയ്ക്കൊണ്ടിരുന്ന സീരിയലാണ് ഏഷ്യാനെറ്റിൽ റീമേക്ക് ചെയ്ത് മലയാളത്തിൽ നമ്മൾ കണ്ണൻ്റെ രാധ എന്ന പേരിൽ അത് സംപ്രേഷണം തുടങ്ങിയത്. അന്ന് മുതൽ ഒരു 3-4 വർഷത്തോളം ഈ കണ്ണൻ്റെ രാധ എന്ന സീരിയലിൽ കൃഷ്ണൻ ശബ്ദം കൊടുത്തുകൊണ്ടായിരുന്നു എൻ്റെ യാത്ര മുഴുവനും. കാരണം കരിയർ ആരംഭിച്ചതല്ല, അതിനു മുന്നേ ഞാൻ കരിയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ണൻ്റെ രാധ എന്നൊരു ഹിറ്റ് പരമ്പര വന്നതിന് ശേഷമാണ് ഞാനെന്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ള ആൾക്കാർ തിരിച്ചറിഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ സീരിയൽ വന്ന ഉടനെയൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 200 എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ആൾക്കാർ കൂടുതലും ഇതാരാണെന്ന് തിരഞ്ഞതും ഒക്കെ അപ്പോഴായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്കും ഇത് ഞാനല്ല ഡബ് ചെയ്തതെന്ന് ഒരുപാട് പേര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം, സാധാരണ സിനിമയോ അല്ലെങ്കിൽ മറ്റു മേഖലയിലുള്ളവരാണ് മുഖം വെച്ചിട്ട് അവർക്ക് വൈറലാവുന്നു, അവരുടെ ഡയലോഗ്സ് എടുത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്തെങ്കിലും റീൽസിൽ ചെയ്ത് വൈറലാവുന്നു. പക്ഷേ ഈ ശബ്ദം കൊണ്ട് ഒരു വൈറലാവുക എന്നുള്ളൊരു ഭയങ്കര സംഭവം. ഞാൻ ഒരു ഇൻട്രോയിൽ പറയാൻ ഉദ്ദേശിച്ചതാണ്. നമ്മുടെ നാഗവല്ലി ആ ശബ്ദം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുനീളം ഇനി സിനിമ ഉള്ളിടത്തോളം കാലം ഒരു കഥാപാത്രം നമ്മൾ ആ ഒരു ശബ്ദം ഓർക്കും. എനിക്ക് തോന്നുന്നു ഈ കണ്ണൻ്റെ രാധയും അങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ടെന്നു. കാര്യം പുതിയ ചെറുപ്പക്കാർ അത് റീൽസുകളാക്കുന്നു, ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുവരും. പറമ്പിലൊക്കെ പോയിട്ട് കൃഷ്ണന്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഇതേ ഡയലോഗ് ഓടിക്കുന്നു. ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? അയ്യോ, സത്യത്തിൽ ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ സങ്കടം തോന്നിയിരുന്നു. കാരണം നമ്മൾ അത്രയും ഡിവൈനായിട്ട് ചെയ്തൊരു സംഭവം അതെ കളിയാക്കലിലേക്ക് പോവുകയാണല്ലോ ദൈവമേ എന്ന് ഞാൻ ഇങ്ങനെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഭക്തിയോടുകൂടി അത്രയും ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു സീരിയലിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ട് 5-6 എപ്പിസോഡ് ഡബ് ചെയ്തിട്ട് പോരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ ഡിവൈനായിട്ട് ചെയ്ത ഒരു സാധനം ആൾക്കാരുടെ ഇടയിൽ ഇതൊരു എന്താണ് ചിരിക്ക് മാത്രമുള്ളൊരു സംഭവം മാറിയല്ലോ എന്ന് ആദ്യം കണ്ടപ്പോൾ വിഷമം. എനിക്ക് തോന്നി കൃഷ്ണനായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് അതെ മകനെ വരൂ രാധേ എന്നൊക്കെ വിളിച്ച സാധനം നമ്മൾ അത്രയും ഡിവൈൻ ചെയ്തു. പക്ഷെ പുറത്ത് വന്നപ്പോൾ ഈ രീതിയിലായി. പക്ഷെ അതൊരു സുഖമുള്ള കാര്യം, സുഖമായിരുന്നു തീർച്ചയായിട്ടും. ആദ്യം അത് കോമിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തെങ്കിലും പിന്നീട് ഞാനത് ആസ്വദിക്കാൻ തുടങ്ങി. കാരണം ഒരുപാട് പേര് ഇത് ഏറ്റെടുക്കുകയും ഒരുപാട് പേര് അവർക്കൊരു റിലാക്സേഷൻ, കാരണം എല്ലാവരും എൻജോയ് ചെയ്ത് ഒന്നടങ്കം ഇത് സ്വീകരിച്ചു എന്ന് കണ്ടപ്പോൾ സത്യത്തിൽ വലിയ സന്തോഷം തോന്നി. ഈ ഒരു 3-4 വർഷം കണ്ണൻ്റെ രാധ എന്നൊരു സീരിയൽ ഡബ് ചെയ്തതിനെക്കാട്ടിലും വലിയൊരു പോപ്പുലാരിറ്റി ആയിരുന്നു എനിക്ക് ഈ ഒരു റീൽ ഇറങ്ങിയതിന് ശേഷം കിട്ടിയത്. ഒരുപാട് പേര് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞു. അതുവരെ കുറേ ആൾക്കാർ വിചാരിച്ചിരുന്നത് ശരത്ദാസ് എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്ന ശരത്തേട്ടനാണ്
തന്നെയാണ് ഈ ഒരു കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിരുന്നതെന്നാണ് ആൾക്കാർക്ക് കുറേ പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതല്ല, അനീഷ് എന്നൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഈ ഒരു കൃഷ്ണന് ശബ്ദം കൊടുത്തതെന്ന് ജനങ്ങളെ അറിയിക്കാൻ കൂടി ഒരു റീല് വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ രാധ എവിടെ? അതാണ് നമുക്ക് എല്ലാവർക്കും വലിയ വിഷമം. കാരണം രാധയില്ലാതെ കൃഷ്ണന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. രാധയില്ലെങ്കിൽ ഒരിക്കലും കൃഷ്ണനും പൂർണ്ണമാവില്ലെന്നാണ്. പൂർണ്ണമായില്ല. രാധ ഇപ്പോൾ UK-യിലാണ്. രാധ 900-ഓളം എപ്പിസോഡോളം ഈ ഒരു സീരിയൽ പോയിട്ടുണ്ടായിരുന്നു. 300 എപ്പിസോഡോളമാണ് ഈ നമ്മളിപ്പോൾ കേൾക്കുന്ന വൈറലായ ശബ്ദത്തിനുടമ രാധ. സൂര്യ ലിതിൻ എന്നാണ് പേര്. സൂര്യ വിവാഹം കഴിഞ്ഞ് കൊച്ചിയിലേക്ക് പോകുന്ന സമയത്താണ് പിന്നെ വേറൊരു ആർട്ടിസ്റ്റിനകത്ത് ജോയിൻ ചെയ്തത്, പാർവതി പ്രകാശ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 350 എപ്പിസോഡ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പാർവതി ചെയ്തു തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് പാർവതി ആയിരുന്നു ഇത് ഡബ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വൈറലായത് സൂര്യ ഡബ് ചെയ്ത് കണ്ണന്റെ രാധയിലെ ഭാഗമാണ് ഇപ്പോൾ വൈറലായത്. അപ്പോൾ UK-യിൽ ഇരുന്നിട്ട് സൂര്യ പറയും, ചേട്ടാ ഒരുപാട് സന്തോഷം, കാരണം നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ആരും തിരിച്ചറിഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് അറിയുകയും ഏറ്റെടുക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷം പറഞ്ഞിട്ട് സൂര്യ മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. നമുക്ക് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ. തീർച്ചയായിട്ടും എനിക്ക് ഞങ്ങൾക്കൊന്ന് ആ ഒരു പോർഷൻ കേൾക്കണമെന്നുണ്ട്. ഇങ്ങനെ ഒരു ശരീരത്തോടു കൂടി ആ വോയിസ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി ഈ ശരീരത്തോടു കൂടി അതൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായിട്ടും ഇത് കുറേ നാൾ മുന്നേ ചെയ്തു പോയ ഒരു സംഭവം. 2018 തുടങ്ങി 2022 വരെയോ മറ്റുമാണ് ഇത് ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഡബ് ചെയ്ത് പോയൊരു സാധനം ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒന്ന് ശ്രമിച്ചു. വൃന്ദാവനം കടത്തിയത് ഞാനാണ്, ഞാൻ ബർസാനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഇതായിരുന്നു ആ ഡയലോഗ്. ഇതിൽ ആ രാധയും കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ അത് കേൾക്കാൻ നമുക്കൊരു പൂർണ്ണതയിലേക്ക് എത്തൂ. എനിക്ക് ആ ഡയലോഗ് അറിഞ്ഞുകൊടുത്തുണ്ട്, ഞാൻ പറയുന്നില്ല. ഈ ബർസാന എന്ന് പറയുന്നത് എന്താ? പലരും ചോദിച്ച ഒരു കാര്യമാണ്. കാരണം ബർസാനയ്ക്ക് ഇവിടെ എന്താണ് കാര്യം, ഇത് ആരാ ഈ ബർസാന എന്ന് കുറേ പേര് ഇത് ട്രോളി. അതെ, ഇത് രാധയുടെ ജന്മദേശമാണ് ബർസാന എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് പേര് ഇങ്ങനെ കമന്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഈ ബർസാന എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് പറയുകയാണ്, രാധയുടെ ജന്മസ്ഥലമാണ് ബർസാന. ഓക്കെ, ഇത് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് വരുന്നു. ഈ ഡയലോഗ് എഴുതുന്നാരാ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം പലരും ഈ നമുക്ക് ഒരു സീരിയൽ വരുന്നു, അതിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന സാധാരണ നമ്മൾ സിനിമ ഡബിങ് സിനിമ കാണുമ്പോൾ അറിയാം അവര് അച്ചടി ഭാഷ അതുപോലെ, അല്ലെങ്കിൽ അത് അതിന്റെ അതേ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് നമ്മളിങ്ങനെ സംസാരിക്കും. അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ വാക്കുകളായിരിക്കും, എവിടെ നിന്ന് വന്നിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുള്ളത് നമ്മളെപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു സ്ക്രിപ്റ്റിലോട്ട് മലയാളത്തിലോട്ട് ഇതിന്റെ പരിഭാഷ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഇത് സ്റ്റാർ ഭാരതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ ഭാരതിലെ രാധാകൃഷ്ണന്റെ പേരിൽ വന്നുകൊണ്ടിരുന്ന സീരിയലാണ്. ടൈം തന്നെ നമ്മുടെ മലയാളത്തിലും അത് ഡബ് ചെയ്തു വന്നു. അപ്പോൾ ഇതിന് സ്റ്റാർട്ടിങ് തുടങ്ങിയത് മഹേഷ് എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ്. പുള്ളി ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ്റെ മകൾ ഗ്രീഷ്മ മഹേഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് എഴുതുന്നത്. മഹേഷ് ചേട്ടനും മകളും കൂടിയാണ് ആദ്യമായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് തുടങ്ങുന്നത്. കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷം അമ്മു രാജ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരിയും ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരിയാണ് പിന്നീട് അത് എൻഡ് വരെ എഴുതുന്നത്. അമ്മു രാജയാണ് ഇത് പൂർണ്ണമായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് ലാസ്റ്റ് വരെ എത്തിച്ചത് അമ്മു രാജയാണ്. ഈ ഹിന്ദി അവരുടെ ഈ ലിപ്പ് ഒരു പ്രശ്നമായിരിക്കും. മലയാളവും ഇപ്പം ഏത് ഭാഷ വന്നാലും ലിപ്പ് നമുക്ക് ഭയങ്കര. അതെങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത്? ഇപ്പോൾ ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ, ഇപ്പം കൃഷ്ണൻ പറയുന്നു രാധേ എന്നൊക്കെ വിളിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ലിപ്പ് പലപ്പോഴും നമുക്ക് സിങ്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് അല്ലേ? മലയാളമാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ ഹിന്ദിയാണ് നമ്മുടെ മലയാളം ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ അതിൻ്റെ ഒരു എങ്ങനെയാണ് ആ ബുദ്ധിമുട്ട് നിങ്ങൾ? ഈ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സജിത് പല്ലവി പറഞ്ഞിരുന്നത് നമ്മൾ സാധാരണ ഒരു ടിപ്പിക്കൽ ഒരു പുരാണം പോലെ വേണ്ട, കാരണം ഇത് രാധാകൃഷ്ണ പ്രണയമാണ് ഈ സീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ കളർഫുള്ളായിട്ട് വളരെ രസകരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ന്യൂജൻ മോഡലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടിപ്പിക്കൽ ഒരു പുരാണ സ്റ്റൈൽ വേണ്ട. സാധാരണ മാതാശ്രീ പിതാശ്രീ എന്നൊക്കെ വിളിച്ച് അങ്ങനെ വേണ്ട, അമ്മ അച്ഛാന്ന് എന്നെ വിളിച്ച് നമുക്ക് ഡബ് ചെയ്താൽ മതി. അങ്ങനെ ഒരു കൊളോക്കിയലി നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ ഉപയോഗിച്ചാൽ മതി. എന്നാൽ കൂടിയും നമ്മൾ പുരാണത്തിന്റെ കുറച്ച് കെട്ടും മട്ടും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് അത് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നവരും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അത് വളരെ കൊളോക്കിയലായിട്ട് എഴുതണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയാണത് സ്ക്രിപ്റ്റ് എഴുതി വന്നിരുന്നത്. ഇത് സ്ക്രിപ്റ്റ് വന്നാൽ തന്നെയും നമുക്കിത് ഡബ് ചെയ്യാൻ നമ്മൾ ഡബിംഗ് ബൂത്തിലേക്ക് കയറുമ്പോൾ ആ ലിപ്പിനനുസരിച്ച് നമ്മൾ ഡബ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. കാരണം നമ്മളൊരു മലയാളം സീരിയൽ ഡബ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു, ഞാൻ ഡയറക്റ്റ് സീരിയൽസ് ഒക്കെ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡബ് ചെയ്യാൻ പോകും. ഞാൻ ഒരു അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് മലയാളം ഡബ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്ക് നമ്മുടെ ലിപ്പ് അനുസരിച്ച് നമുക്കത് മൂവ് ചെയ്താൽ മതി. അതേസമയം
ഹിന്ദി അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ തന്നെ ഡബ് ഡബിങ് തിയേറ്ററിൽ എത്തുമ്പോൾ അത് വളരെ ഒരു ശ്രമകരമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞാൻ കൊടുക്കുന്ന ഇൻ്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്, എല്ലാവരും സമ്മതിക്കുന്നത് ഒരു ഡയറക്റ്റ് സീരിയലോ സിനിമയോ ചെയ്ത ആൾ മാത്രമാണ് കറക്റ്റ് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നാണ് സമ്മതിക്കുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഒരു ഡബ് സീരിയൽ എത്രത്തോളം മനോഹരമായിട്ട് ചെയ്ത് അതൊരു മലയാളമാണെന്ന് പ്രേക്ഷകരെ തോന്നിപ്പിക്കാൻ പറ്റുന്നോ അത് തന്നെയാണ് ഏറ്റവും ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയും. അങ്ങനെ ഒരാൾ കറക്റ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ പറയും കേട്ടോ, എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും എഫേർട്ട് ഉണ്ട് ഒരു നമുക്ക് അന്യഭാഷ അല്ലെങ്കിൽ അന്യ ലാംഗ്വേജിലുള്ള ഒരു കാര്യം ഡബ് ചെയ്യുക എന്നുള്ളത് അത്രയും ശ്രമകരമാണ്. ഇതും അതുപോലെ തന്നെ സുമേൻ മുദ്ഗൽക്കർ എന്ന് പറഞ്ഞ ആ ഒരു ആർട്ടിസ്റ്റാണ് കൃഷ്ണനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. വളരെ ലളിതമായിട്ട് വളരെ രസകരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ ഇത് സ്ക്രീനിലേക്ക് നമുക്ക് ഇട്ട് തരുമ്പോൾ അത് ഡബ് ചെയ്യുക, ഒരു സ്ക്രിപ്റ്റ് വെച്ച് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. ആ സ്ക്രിപ്റ്റ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ലിപ്പിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഡയലോഗ് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് ഒക്കെ വരുമെങ്കിലും നമ്മൾ ആ ഭാഷയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ, എന്നാൽ അത് മലയാളമാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്ത് അത് ആ ഒരു ലിപ്പിനനുസരിച്ച് തന്നെ മലയാളം പോലെ ആക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് വളരെ ശ്രമകരമായിട്ട് ചെയ്തിട്ടുള്ള പ്രേക്ഷകരിൽ എത്തി എന്നൊരു സംശയം വേണ്ട, എത്തിയതാണ് ഈ ഒരു വൈറൽ ഈ വീഡിയോ ആവാൻ കാരണം. മറ്റൊരു കാര്യം, നമ്മൾ ബാഹുബലി പോലുള്ള സിനിമകൾ വന്നതിന് ശേഷമാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മലയാളം അവർ യൂസ് ചെയ്തെന്ന് അല്ലേ. ബാഹുബലി അത്തരം സിനിമകൾ വന്നപ്പോൾ, പുഷ്പ അത്തരം സിനിമകൾ വന്നപ്പോൾ ശരിക്കും അത് മലയാളത്തിൽ കാണുന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ടായി. KGF വന്നപ്പോൾ നമുക്ക് അത് ശരിക്കും ആ സ്ക്രിപ്റ്റിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളത്തിനുണ്ട്. അത്തരത്തിലൊരു വർക്കാണ് ഈ കൃഷ്ണനും രാധയും അല്ലേ? തീർച്ചയായും. കാരണം ഇതിനകത്ത് ഒരു കൃഷ്ണനും രാധയും മാത്രം ഭംഗിയായി ഡബ് ചെയ്തുകൊണ്ട് മാത്രം ഈ സീരിയൽ അത്ര ഒരു പോപ്പുലർ ആവില്ല. കാരണം ഒவ்வொரு ആർട്ടിസ്റ്റും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആപ്റ്റായിട്ടുള്ള ഒരു വോയിസ് തിരഞ്ഞെടുക്കുക, എല്ലാവരും ഒരുപോലെ അത് ഡബ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു സീരിയൽ പൂർണ്ണമായിട്ടും ജനങ്ങൾ ഉൾക്കൊള്ളൂ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ഇപ്പോഴും പറയുന്നത് ജിമോൾ ചേച്ചി ആയിരുന്നു ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് റെക്കോർഡിങ്ങും ഒക്കെ പുള്ളിക്കാരിയായിരുന്നു. അപ്പോൾ ജിമോൾ ചേച്ചിയാണ് എന്നെയും ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് കുറേ ആർട്ടിസ്റ്റുകളെ വിളിച്ച് വോയിസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദൈവകൃപയിൽ എനിക്കാണ് അത് സെലക്ട് ആയത്. അപ്പോൾ പുള്ളിക്കാരി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ ആർട്ടിസ്റ്റിനും അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റിനും മാച്ച് ആയിട്ടുള്ള വോയിസ് തന്നെ എടുക്കാൻ പുള്ളിക്കാരി വളരെ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ആ ഒരു സീരിയൽ ഇത്രയും ഹിറ്റായതെന്ന് ഞാൻ പറയും. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു ശ്രമഫലമാണ് ഈ ഒരു സീരിയൽ ഇത്രയും പോപ്പുലർ ആയത്. പറയാൻ കാരണം ഈ കാസ്റ്റിംഗ് സാധാരണ നമ്മൾ അഭിനയ രംഗത്ത് നിൽക്കുന്ന പുതിയ കാസ്റ്റിംഗ് കോള് വിളിക്കാറുണ്ട്, പുതിയ താരങ്ങൾ എടുക്കാറുണ്ട്, ആപ്റ്റായിട്ടുള്ള വേഷങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. ഈ ശബ്ദത്തിന് ഇതുപോലെ കാസ്റ്റിംഗ് സംഭവം ഈ സീരിയലിന് വേണ്ടി ചെയ്തതെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. ഇത്രയും ഈ കഥാപാത്രങ്ങളുണ്ട്, ഈ കഥാപാത്രങ്ങൾ എല്ലാവരെയും കാസ്റ്റിങ്ങിലൂടെയാണോ എടുത്തത്? ഡബ് ചെയ്യാൻ ഇതിനകത്ത് ഓഡീഷനായിട്ട് നടത്തിയത് കൃഷ്ണനും രാധയ്ക്കും ഓഡീഷൻ. മെയിൻ കഥാപാത്രങ്ങളാണ് കൃഷ്ണനും രാധയും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിരുന്നു മെയിൻ ഓഡീഷൻ ഉണ്ടായിരുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിരുന്നു. അപ്പോൾ കുറച്ചുപേരുടെ വോയിസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊടുത്ത് സെലക്ട് ആയത് എൻ്റെയും സൂര്യയുടെയും വോയിസ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ ഔചിത്യം പോലെ നമ്മൾ സെലക്ട് ചെയ്തതാണ്. ഇപ്പോൾ അതിനകത്ത് കംസനെ ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശോഭി തിലകനാണ്, ശോഭി ചേട്ടനാണ്. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ശോഭി ചേട്ടൻ്റെ ശബ്ദം നമ്മൾ ഒരുപാട് കേട്ടു. അതെ, പ്രൊഫസർ അലിയ സാറാണ് ഇതിന്റെ പ്രൊമോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഡബ്ബിംഗ് മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു ശ്രമഫലം തന്നെയാണ് കണ്ണന്റെ രാധ എന്നൊരു മൊഴിമാറ്റ സീരിയൽ. ജനങ്ങൾ സത്യത്തിൽ ഇത് ഒരു പരിധി വരെ ഇത് മൊഴിമാറ്റമല്ല എന്ന് ഗ്രാമത്തിലേക്കുള്ള ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഇതൊരു മലയാളം സീരിയൽ ആണ് എന്ന് അമ്മമ്മമാരും ഒക്കെ വിശ്വസിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അറിയാം ഇതൊരു ഡബ് സീരിയൽ ആണെന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു എല്ലാവരുടെയും ഡബ്ബിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കണ്ണൻ രാധയെ ഞാൻ വിട്ടിട്ട് നമ്മുടെ ഈ ഡബ്ബിംഗ് മേഖലയിൽ അനീഷ് എങ്ങനെയാണ് ഈ മേഖലയിലോട്ട് വന്നത്? ഡബ്ബിംഗ് മേഖലയിൽ ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്, ഡബ്ബിംഗ് മേഖലയിലേക്ക്. ഞാൻ ആദ്യമായിട്ട് ചിത്രശലഭങ്ങളുടെ വീട് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ശബ്ദം കൊടുക്കുന്നത്. അതിലൊരു സിനിമയാണ് തുടക്കം. അതെ. അപ്പോൾ ചിത്രശലഭങ്ങളുടെ വീടുന്ന ആ സിനിമയിലെ ഒരു വില്ലൻ കഥാപാത്രത്തിന് ഒരു പയ്യൻ അവനെ ഡബ് ചെയ്തുകൊണ്ടാണ് ഞാനത് ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് അങ്ങനെയാണ്. പിന്നീട് കുറേ വെബ് സീരീസ്, പരസ്യ ചിത്രങ്ങൾക്കൊക്കെ ശബ്ദം കൊടുക്കാൻ പറ്റി. പിന്നെ എൻ്റെ ശബ്ദം ജനങ്ങളിലേക്ക് ജനകീയമായി എത്തി തുടങ്ങിയത് ഞാൻ ഏഷ്യാനെറ്റ് ബെസ്റ്റ് FM 95 RJ ആയിരുന്നു. ആ സമയത്താണ് എൻ്റെ ശബ്ദം കൂടുതലും ആൾക്കാർ, അത് തൃശ്ശൂരും കണ്ണൂരും ആയിരുന്നു അതിൻ്റെ ട്രാൻസ്മിഷൻ. അപ്പോൾ ആ ടൈമിൽ തൃശ്ശൂരും കണ്ണൂരുമുള്ള ആൾക്കാരാണ് എൻ്റെ ശബ്ദം ആദ്യമായിട്ട് തിരിച്ചറിയാൻ
എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമുക്കത് ലൈവ് ഫോണിൻ പ്രോഗ്രാമാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു അങ്കലാപ്പാണ്, കാരണം നമ്മളൊരു RJ ആയിട്ടൊരു കസേരയിൽ ഇരുന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർ ഇത് സ്വീകരിക്കും. അന്ന് ഈ പറഞ്ഞ പോലെ FM സ്റ്റേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനിലാണ് നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫോണിൻ പ്രോഗ്രാമാണ്, അത് എത്രത്തോളം ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളൊരു. എങ്ങനെയാണ് ഒരു RJ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഞാൻ ഇന്ന് പോകുമ്പോൾ എനിക്ക് ഇന്ന വിഷയങ്ങൾ വേണം, എങ്ങനെയാണ് ഒരു RJ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്? തയ്യാറെടുപ്പ് സത്യത്തിലുണ്ടായത് ഒരു ഗെയിം ഷോയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മ്യൂസിക് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഷോയും റേഡിയോ കാർണിവൽ എന്നൊരു പ്രോഗ്രാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ സിനിമ സംബന്ധിയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് വൈകുന്നേരത്തെ ഷോ ആണ്. അപ്പോൾ 5 മണിക്ക് കയറി കഴിഞ്ഞാൽ 9 മണിക്ക് പോകാം. അങ്ങനെയായിരുന്നു. 5 തൊട്ട് 6 മണി വരെ തൃശ്ശൂർ നിലയത്തിലും 7 to 9 കണ്ണൂർ നിലയത്തിലുമായിരുന്നു ഞാൻ RJ ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ആൾക്കാരെ കൊണ്ടൊരു ഗെയിം ഷോ, ടങ് ട്വിസ്റ്റർ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യിച്ചത് വളരെ എന്താണ് രസകരമായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ അത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള. ആൾക്കാർ തിരിച്ച് ട്രോൾ ചെയ്യാറുണ്ട്, തിരിച്ച് ട്രോൾ ചെയ്ത്. അല്ല, നമുക്ക് കിട്ടുന്ന ചില എല്ലാ കോഴ്സുകളും പോസിറ്റീവ് ആകണമെന്നില്ല. ഇല്ല, പക്ഷേ കണ്ണൂരും തൃശ്ശൂരും എന്താ വെച്ചാൽ എനിക്കറിയില്ല, അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ സ്നേഹിച്ചതും എൻ്റെ ശബ്ദത്തെ ഇഷ്ടപ്പെട്ടതും തൃശ്ശൂരും കണ്ണൂരും ഉള്ള ആൾക്കാരാണ്. കാരണം അത് നമുക്ക് ലൈവായിട്ട് അവരുടെ റെസ്പോൺസ് അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് അവരുടെ റിപ്ലൈ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരിടുന്ന മെസ്സേജ് ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ അങ്ങനെയാണ് എനിക്ക് ഇത് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നത് സത്യത്തിൽ തൃശ്ശൂരും കണ്ണൂരും ഉള്ള ജനങ്ങളാണ്. അത് കാരണം എൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് അവരാണ്. ആ സമയത്താണ് എനിക്ക് ആകാശവാണിയിൽ അനൗൺസറായിട്ട് കിട്ടുന്നത്. കാഷ്വൽ അനൗൺസറായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നു. പിന്നെ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനൗൺസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും നമ്മുടെ ശബ്ദം ആകാശവാണിയിലൂടെ കേട്ടിട്ട് ആൾക്കാർ ഇന്ന ആളല്ലേ, കണ്ണന് ശബ്ദം കൊടുക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഒരുപാട് പേര് എൻ്റെ നമ്പർ ഡ്യൂട്ടി റൂമിൽ വിളിച്ച് ചോദിച്ച് എടുത്തിട്ട് പേഴ്സണലി വിളിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരുപാട്. വേറൊരു കാര്യം, ഈ ശബ്ദം കേട്ടിട്ട് ഏതെങ്കിലും പ്രണയ അഭ്യർത്ഥന എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ ശബ്ദം, എനിക്ക് കണ്ണനെ കാണണം, കണ്ണന്റെ ശബ്ദം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പ്രണയ അഭ്യർത്ഥനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭക്തിയാണ് ഈ ശബ്ദത്തോട്. കുറെ പേര് ഈ ശബ്ദം പിന്നെ കേട്ടിട്ട് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് ഇടാറുണ്ട്, ഇന്ന ആളല്ലേ ഡബ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് കുറെ പേര് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് മെസ്സേജ് ഇടാറുണ്ട്. പിന്നെ കുറെ പേര് പ്രണയമാണോ ചേട്ടൻ ഡയലോഗ് എന്ന് പറയുമോ, രാധയെ വിളിക്കുന്നത് പോലെ ഒന്ന് വിളിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ പേര്. അത് പ്രണയമാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയാനുള്ള മടി കൊണ്ടായിരിക്കും. അങ്ങനെ പ്രണയത്തെക്കാട്ടിലുപരി എൻ്റെ ശബ്ദത്തെ സ്നേഹിക്കുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത്, ഈ കണ്ണന്റെ മിക്കവാറും കൃഷ്ണന് ഒരുപാട് പ്രണയിനികളുണ്ട്. ഇപ്പോഴും ഉണ്ട് കൃഷ്ണനെ പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ കൃഷ്ണന്റെ ശബ്ദത്തെയും പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ അന്വേഷണോട് അങ്ങനെ ഈ ശബ്ദം ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഈ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്. പ്രണയമാണോ അതിന്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മളൊന്ന് അഭിനയിക്കുന്നു, നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശബ്ദമായാലും രൂപമായാലും അത് ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ പ്രേക്ഷകർ അത് അംഗീകരിച്ചില്ലെങ്കിൽ ഒരു കലാകാരനും ഒരു കലാകാരിക്കും നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ശബ്ദം ആദ്യമായിട്ട് വരുമ്പോൾ ഇതേപോലെ ആൾക്കാർ, ഞാൻ കണ്ണൻ്റെ രാധ സീരിയൽ ഡബ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു തിയേറ്ററിൽ നമ്മളൊരു സിനിമ അഭിനയിച്ചിട്ട് പോയിരുന്ന് കണ്ടാൽ എങ്ങനെയാണ് ആ ടെൻഷൻ, അതേ ടെൻഷനോട് കൂടിയാണ് ഞാൻ ആ ഫസ്റ്റ് എപ്പിസോഡ് ടിവിയുടെ മുന്നിൽ പോയിരുന്ന് കാണുന്നത്. അത് ജനങ്ങൾ എങ്ങനെ എടുക്കും എന്നറിയില്ല. പിന്നീട് വന്ന ഫീഡ്ബാക്കുകളാണ് സത്യത്തിൽ വലിയൊരു പ്രചോദനം. കാരണം ആപ്റ്റ് വോയിസ് ആണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് ഇടുമ്പോൾ അത് ഒരു വലിയൊരു അംഗീകാരമായിട്ട്, നമുക്കൊരു 1000 അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അത് ഈ പ്രണയം പറയാൻ കാരണം മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. ഈ രാധയുമായിട്ടുള്ള പ്രണയ രംഗങ്ങളുണ്ട്. അപ്പോൾ രാധയോട് സംസാരിക്കുന്ന ഒരു പ്രണയപരവശനായ കൃഷ്ണനുണ്ട്. അതെ, അയ്യോ, അത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം വാരി വിതറുകയാണ് ഇതിനകത്ത്. ഈ സീരിയൽ മൊത്തം വളരെ കളർഫുൾ ആയിട്ടുള്ള എടുത്തിട്ടുള്ള ഒരു സീരിയലാണ്. കണ്ട പ്രേക്ഷകർക്ക് അറിയാം, വളരെ രസകരമായിട്ട് നമ്മൾ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു ഇത്രയേറെ ആൾക്കാർ ഒരു ഡബ് സീരിയലിന് അല്ലെങ്കിൽ ഒരു പുരാണ സീരിയലിന് ഇത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മഹാഭാരതം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതെ പഴയ മഹാഭാരതം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതെ, ഇതിനകത്ത് പ്രണയവും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സീരിയലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ ഇടയിൽ ഒരു വലിയ തരംഗമായിരുന്നു. അല്ല, ഇതെങ്ങനെയാണ് ഈ പ്രണയം, ഈ സെന്റൻസ് അല്ലെങ്കിൽ ഈ ഡയലോഗ് എങ്ങനെയാണ് പറയുന്നത്? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് സ്ക്രീനിൽ ഇടുമ്പോൾ ആ കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്, സുമേധ് എങ്ങനെയാണോ അഭിനയിച്ചിരിക്കുന്നത്, നമ്മൾ അതിനൊപ്പം എത്തിപ്പോകും. നമ്മൾ അറിയാതെ ഹിന്ദി അറിയാമല്ലോ. ഹിന്ദി ചെയ്ത് കുറച്ചറിയാം, അല്ലാതെ ഹിന്ദി കേട്ട് പരിചയമില്ല. ഹിന്ദി കേട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പരിചയമുണ്ട്. ഇല്ല, പരിചയമില്ലാതെ നമ്മുടെ രാഷ്ട്രഭാഷയല്ല, പരിചയമുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളമാണല്ലോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ. ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ, ഇപ്പോൾ ഈ ഹിന്ദി കേട്ട് മനസ്സിലായെങ്കിൽ ഹിന്ദിയിൽ എങ്ങനെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്?
ഹിന്ദിയിൽ എങ്ങനെയാണ് ആ ക്യാരക്ടറിന് അദ്ദേഹം തന്നെയാണോ ശബ്ദം കൊടുത്തത്? സുമേത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം, ആ ഒരു മാധുര്യം, പ്രണയം, അത് അതുപോലെ മലയാളത്തിലേക്ക് ആ പ്രണയത്തെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് പ്രേക്ഷകരാണ് പറയേണ്ടത്. കാരണം ഞാൻ അത് പറഞ്ഞാൽ അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? എൻജോയ് ചെയ്യാൻ പറ്റും, തീർച്ചയായും. കാരണം ഒவ்வொரு സീനും നമുക്ക് അത് ഉൾക്കൊള്ളാതെ ഡബ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വെറുതെ ഒരു ഡബ് സ്യൂട്ടിൽ പോയി ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ അത് ഇടുന്നു, നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഇടുന്നത് പോലെ ഡബ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നില്ല. കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആ ഒരു കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ ചടുലമായിട്ട് ഡയലോഗ് പറയും. ഈ കൃഷ്ണനായിട്ട് അഭിനയിക്കുന്ന സുമേത് വളരെ ചടുലമായിട്ടാണ് ഹിന്ദി പറഞ്ഞു പോകുന്നത് ഡയലോഗ്സ്. അപ്പം മലയാളത്തിൽ നമുക്ക് അത്രയും വേഗത്തിൽ ഓടിയെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വാക്കുകളുടെ ക്ലാരിറ്റി, ഉച്ചാരണ ശുദ്ധി എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടെങ്കിൽ ഒരു പ്രണയരംഗം ഒന്ന് പറയാം. അയ്യോ, പ്രണയരംഗം. രാധയും കൃഷ്ണൻ എപ്പോഴും പിണക്കമാണ്. അപ്പോൾ എവിടെ എപ്പോഴും അടികൂടും, പിണങ്ങും. അപ്പോൾ കൃഷ്ണൻ എപ്പോഴും പോയി രാധയെ ആശ്വസിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ള പിണക്കം. അത് കഴിഞ്ഞ് ഇണക്കം. അത് ഭയങ്കര രസമാണ്. അത് എപ്പോഴും പിണക്കം ഇണക്കം. അതെ അതെ. അപ്പോൾ ആ കൃഷ്ണൻ വിളിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ടോണുണ്ട്. അത് ഒരു പ്രത്യേക സുഖമാണ് അത് കേൾക്കാൻ. നമുക്കത് ഡബ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ രോമാഞ്ചമൊക്കെ വന്നിട്ടാണ് ഡബ് ചെയ്യുന്നത്. കാരണം അത്രയും ഭംഗിയായിട്ട് അത് കൃഷ്ണനാണ്, ഇത് രാധയാണ്, അത് നമുക്ക് വേറൊന്നായിട്ട് ഫീൽ ചെയ്യില്ല. അത്രയും മെർജിങ് ആയിരുന്നു ആ കൃഷ്ണൻ്റെയും രാധയുടെയും കാസ്റ്റിംഗ്. സോ അത് ഡബ് ചെയ്യുക എന്നുള്ളത് സത്യത്തിൽ എൻ്റെ ഒരു വലിയൊരു ഡബ് ചെയ്യാൻ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അല്ല, ഒരു സീൻ ഞാൻ പറയാം, അത് എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ശരി, ഞാനൊന്ന് രണ്ട് ഡയലോഗ് പറയാം. അപ്പോൾ രാധ പിണങ്ങി നിൽക്കുമ്പോൾ കൃഷ്ണൻ പുറകിൽ കൂടി പോയി ആശ്വസിപ്പിക്കുന്ന ഒരു സീനാണ്. രാധേ രാധേ രാധേ, എന്തു പറ്റി രാധേ? നോക്കൂ, കൃഷ്ണൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ? എന്തിനെങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? രാധയ്ക്ക് അറിയില്ലേ, നമ്മൾ ഒന്നാണ് രാധേ. കൃഷ്ണനും രാധയും രണ്ടല്ല, ഒന്നാണ്. നോക്കൂ രാധേ. രാധേ, ഞാൻ മിണ്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ളൊരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡബ് ചെയ്ത് നമുക്ക് ഡബിങ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഉള്ള പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. ചുമ്മാതല്ലേ ഇത് വൈറലായത്. ഇതൊക്കെ കൃഷ്ണൻ രാധയെ വിളിക്കുന്ന ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനത് ഭയങ്കരമായിട്ട് കുറേ മനസ്സിൽ തട്ടി ചെയ്യുന്ന ഒരു വിളിയാണത്, രാധയെ വിളിക്കുന്നത്. കാരണം രാധേ, ആ ഒരു ടോൺ, അത് നമുക്ക് അറിയാതെ നമ്മൾ ഉൾക്കൊണ്ടത് വിളിച്ചു പോകും. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമുക്ക് സീരിയല് ഡബിങ് കഴിഞ്ഞാൽ എത്ര സിനിമയ്ക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്? കുറേ സിനിമകളുടെ എണ്ണമൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറേ സിനിമകൾ, മലയാളം, തെലുങ്ക്, പ്രേക്ഷകർക്ക് അറിയും. കാര്യം അനീഷ് എന്ന വ്യക്തി ഇപ്പോൾ വൈറലായി, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയാനും താല്പര്യമുണ്ട്. അതുകൊണ്ട് ചോദിച്ചു, എത്ര സിനിമയ്ക്ക് ഈ സിനിമകൾ? ഒരു 100, 150, 200ഓളം സിനിമകൾക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പല മൊഴിമാറ്റ സിനിമകളും ഡയറക്റ്റ് സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ ഞാൻ പറഞ്ഞു, ചിത്രശലഭങ്ങളുടെ വീടായിരുന്നു അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സെവൻസ് എന്നൊരു മൂവി ചെയ്തു. ഇവിടെ ഈ നഗരത്തിൽ നിന്നൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമകളാണ് അത്. പല പല പുതിയ ന്യൂ ഫേസസിനാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം ഫെമിലിയർ ഫേസ് ആയിരിക്കും. ലാലേട്ടന്റെ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. മഹാസമുദ്രം എന്നൊരു തെലുങ്ക് മൂവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മലയാളം വേർഷന് സിദ്ധാർത്ഥിന് വേണ്ടി ഡബ് ചെയ്തത് ഞാനായിരുന്നു. മഹാസമുദ്രം എന്ന സിനിമയിൽ അഭിനയിച്ച നായികയാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സിദ്ധാർത്ഥിന് ശബ്ദം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുതിയ ന്യൂ ഫേസസും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്നും ആൾക്കാർ ഓർക്കുന്ന ഇംഗ്ലീഷ് കുറേ മൂവികൾ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത് വന്നു. അപ്പോൾ അതിന് കുറേ ഡബ് ചെയ്യാൻ പറ്റി. നമ്മൾ ഈ ഇംഗ്ലീഷ് കാർട്ടൂണ് അതിനൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇഷ്ടംമാതിരി. ഇംഗ്ലീഷ് കാർട്ടൂൺ, ഇംഗ്ലീഷ് സിനിമയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയാമായിരിക്കും. ജെയിംസ് ബോണ്ടിൽ വില്ലൻ കഥാപാത്രത്തിന് ഞാൻ ശബ്ദം കൊടുത്തത്, പുതിയ ജെയിംസ് ബോണ്ടിനകത്ത്. അതുപോലെ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാനെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്യൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിൽ മെയിൻ കഥാപാത്രത്തിന് ഡബ് ചെയ്തു. മെട്രിക്സ് 2 വന്നപ്പോൾ അതിനകത്ത് ഒരു വില്ലൻ കഥാപാത്രത്തിന് മെയിൻ വില്ലനെ ഞാനാണ് ചെയ്തിരുന്നത്. ഇതിനൊക്കെ ആരാണ് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുന്നത്? അതിനകത്ത് പലരുമാണ് എഴുതുന്നത്. സ്പൈഡർമാൻ അഭി എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് അതിന് സ്ക്രിപ്റ്റ് എഴുതിയത്. മറ്റുള്ള സിനിമകൾക്കൊക്കെ കുറെ പുതിയ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് വരുമ്പോൾ അതെ കുറെ പേര് എഴുതി. എനിക്കിപ്പോൾ എല്ലാവരുടെയും പേര് ഓർമ്മയില്ല. പലപ്പോഴും ഇംഗ്ലീഷ് സിനിമ നമ്മൾ മലയാളത്തിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുന്നു, എന്തിനാണ് ഈ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കില്ല. ഇതൊക്കെ ശരിക്കും അങ്ങനെ തന്നെയാണോ? ശരിക്കും നമുക്ക് പലപ്പോഴും ആ ഒരു എല്ലാവരും ട്രോളുന്നതും അതുകൊണ്ടായിരിക്കും. പക്ഷെ കുറച്ചുകൂടി കൊളോക്കിലായി ഡബ് ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച ആൾക്കാർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ഇത് വരുന്ന സ്ക്രിപ്റ്റ് ചിലപ്പോൾ ഫോളോ ചെയ്ത് ഡബ് ചെയ്യുന്നത് കൊണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ആ സ്ക്രിപ്റ്റ് വന്നാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് മാറ്റം വരുത്താറുണ്ട്. അവർ അനുവാദം തരുമോ? അനുവാദം ഒട്ടുമിക്ക എല്ലാവരും അനുവാദം തരാറുണ്ട്. ചില പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രമേ അത് സംബന്ധിക്കാറുള്ളൂ. ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അതാണ് കൂടുതൽ ട്രോൾ
കൂടുതൽ ട്രോൾ ആവുന്നത്. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് ഏത് കഥാപാത്രം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എന്തായാലും ഒരു ഡബിങ് കുറച്ച് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാൾക്കുണ്ടാവും. അപ്പം അയാളുടെ ഒരു ഔചിത്യം അനുസരിച്ച് എന്നാൽ ആ കഥയിൽ നിന്നും അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ നിന്നും വ്യതിചലിക്കാതെ നമ്മൾ ആ ഒരു അർത്ഥം ഉൾക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൊളോക്കിലായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. പലപ്പോഴും ഇതിന്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കാതായിരിക്കും പലരും ഡബ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ഈ ഡബിംഗ് തിയേറ്ററിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കഥാപാത്രം മാത്രം ഡബ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പണ്ടൊക്കെ ആണല്ലോ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഡബിംഗ് തിയേറ്ററിൽ ഇരുന്നിട്ട് ഡബ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരുത്തരും അവരുടെ കഥാപാത്രങ്ങൾ പോവുക, ഡബ് ചെയ്യുക, തിരിച്ചു പോരുക. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ എന്താ ഡബ് ചെയ്തിരിക്കുന്നത് നമ്മൾ അറിയില്ല. ചിലപ്പോൾ ഇത് ഫുൾ നമ്മൾ എപ്പിസോഡ് അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ വരുമ്പോഴാണ് ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, അവിടെ ആ മോഡുലേഷൻ അല്ലല്ലോ. പഴയ ഒരു കൂട്ടായ്മ ഇല്ലാന്നൊരു തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മ ഇപ്പോൾ ഒരുപാട് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്കുകൾ അവർ പറഞ്ഞ് ക്ലിയർ ചെയ്യാം. അതെ അങ്ങനെ അല്ലേ, ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ പോവായിരുന്നു അല്ലേ. ഞാനൊരു 13-14 വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇന്റിമസി അങ്ങനെ ഇപ്പോൾ ഈ ഫീൽഡിൽ ആരോടും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും അവരുടെ കാര്യം നോക്കുന്നത്, ഒരു ബിസി ലൈഫാണ്, അവരവരുടെ രീതി ചെയ്യുന്നു, ഡബ് ചെയ്യുന്നു, പോകുന്നു. അതിനപ്പുറം അങ്ങനെ ഒരു 5-10 ദിവസത്തെ ഒരു അത്രയേ ഉള്ളൂ റിലേഷൻഷിപ്പ് മാത്രമാണ് എല്ലാവരുമായിട്ടും. അല്ലെ ഒരു കംപ്ലീറ്റ് ആയിട്ട് എനിക്കൊരു ഫ്രണ്ട് അതിനകത്തുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അല്ലെ, ഫ്രണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നത്തെ കുറച്ച് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ്, എനിക്ക് പേരെടുത്ത് പറയേണ്ടത്. എന്തായാലും അനീഷുമായിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. കാര്യം അത്രയും പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോൺഫിഡൻസ് കുറഞ്ഞു വന്ന ഒരാളാണ്. പെട്ടെന്ന് എനിക്ക് കോൺഫിഡൻസ് കയറിയ ഒരു നമ്മുടെ വിനീത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരി ഞാൻ ശരിയാക്കി തരാം, ക്യാമറമാനാണ്. അപ്പോൾ അങ്ങനെ സൗഹൃദങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സൗഹൃദങ്ങൾ വേണം. നമുക്ക് നമ്മുടെ ഫീൽഡിലാണെങ്കിൽ കൂടി 1-2 സൗഹൃദങ്ങളെങ്കിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഫീൽഡിൽ എടുത്ത് പറയാവുന്ന 1-2 സൗഹൃദങ്ങളുണ്ട്. ഇപ്പോൾ വന്ദന, ആൻസി, ജിതിൻ, അംജു, അങ്ങനെ പറഞ്ഞ് കുറച്ച് സൗഹൃദങ്ങൾ എനിക്ക് ഈ ഫീൽഡിലുണ്ട്. അത് ഞാൻ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരാളുമാണ്. തീർച്ചയായിട്ടും വലിയ വലിയ ചിത്രങ്ങൾ വരട്ടെ എന്നൊരു ആശംസ. ഇതുവരെ സ്ക്രീനിന് പിന്നിലായിരുന്നു. അപ്പോൾ മുന്നിൽ എത്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? മുന്നിൽ കഥാപാത്രങ്ങൾ ഞാൻ 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം മർദിക എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഉടനെ തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മർദികയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു മൂവി. അല്ലെങ്കിൽ ഹീറോയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അല്ലാതെ കുറേ സീരിയൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന അമൃത ടിവിക്ക് വേണ്ടിയിട്ട് ധനുമാസ പെണ്ണെന്ന് പറഞ്ഞൊരു സീരിയലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു 110 പേരെയും കൊണ്ട് അവർ കാസ്റ്റിംഗ് നടത്തി. അതിനകത്ത് 110ാമത്തെ ആളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ട് വലിയ ഓഡീഷനൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് അത് സുജിത് സുന്ദർ എന്നൊരു ഡയറക്ടറുടെ സീരിയലായിരുന്നു. അതിനകത്താണ് ഞാൻ നായകനായിട്ട് ആദ്യമായിട്ട് രാജമൗലി എന്നൊരു കഥാപാത്രമാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. രാജമൗലി വളരെ ധനികനായ ഒരു കഥാപാത്രം. പക്ഷേ എന്തുകൊണ്ടോ അത് TV-യിൽ വന്നില്ല. അമൃത ടിവിക്ക് വേണ്ടി ചെയ്തതായിരുന്നു. അത് അകത്തായി എന്ന് വേണം പറയാൻ. അത് പുറംലോകം കാണാതെ പോയി. പക്ഷേ ആദ്യത്തെ സംഭവങ്ങളെല്ലാം പെട്ടിയിലായത് പിന്നെ നാളെ ചരിത്രം കുറിച്ചവരാണ് പലരും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല. മോഹൻലാൽ അതെ തിരുനോട്ടം പെട്ടിയിലായി. പക്ഷേ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു വലിയ അഭിനേതാവാണ്. അതുപോലെ ആയി വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ. പിന്നെ മലയാള ചിത്രങ്ങൾ വേറെ ഏത്? അഭിനയിച്ചത് ഇപ്പോൾ മർദികയാണ് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വേറെ പുതിയ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു സീരിയൽ വിളിച്ചപ്പോൾ സീരിയലിൽ എനിക്കിങ്ങനെ ഒരു വലിയൊരു ക്രേസ് ഒന്നും ആയിരുന്നില്ല. എങ്കിലും സീരിയൽ അഭിനയം ഇഷ്ടമാണ്. അഭിനയം ഇഷ്ടപ്പെടുന്നവർക്ക് ഏതും ചെയ്യാമെന്നുള്ള രീതിക്ക് ഞാനൊരു സുന്ദരി എന്ന് പറഞ്ഞിട്ട് കാളിദാസ കലാകേന്ദ്രയുടെ ഒരു സീരിയൽ ഞാൻ സൂര്യ ടിവിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിനീത് എന്നൊരു കഥാപാത്രം ആയിരുന്നു അതിനകത്ത് ചെയ്തിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞു, ആ സീരിയൽ കഴിഞ്ഞു. പുതിയതൊന്നും ഞാൻ അങ്ങനെ സീരിയൽസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡബ്ബിങ്ങും അതുമായിട്ടാണ് പോകുന്നത്. ഡബ്ബിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഓടി നടന്ന് ഡബ്ബ് ചെയ്യുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല ഞാൻ ആക്ച്വലി. അത് തുടക്കം മുതൽ അങ്ങനെയാണ്. വളരെ ചൂസി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അന്ന് കണ്ണൻ്റെ രാധ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് മെർലാൻഡിൻ്റെ വർക്ക് അയ്യപ്പൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമൃത ടിവിക്ക് വേണ്ടിയിട്ട് തന്നെ സ്വാമി അയ്യപ്പൻ, അതിലും അയ്യപ്പൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിജിത്ത് അമ്പി സാറിന്റെ സീരിയൽ അയ്യപ്പൻ്റെ ട്രോളായില്ലേ? ട്രോളായി. ഏഷ്യാനെറ്റിൽ വന്ന അയ്യപ്പൻ, ഓക്കെ കുമാർ, അതിപ്പോ ഒരുപക്ഷെ അയ്യപ്പൻ ഇംഗ്ലീഷ് പറഞ്ഞ ഏക സീരിയൽ. അയ്യപ്പൻ അല്ല ഇംഗ്ലീഷ് പറഞ്ഞ ബാബരും അയ്യപ്പനും തമ്മിലുള്ള ഒരു സീനില് ഓക്കെ കുമാരന്റെ ഇച്ഛ പോലെ എന്ന് പറയുന്ന ഒരു സംഭവം, അത് പുറത്തു വന്നപ്പോൾ ആൾക്കാർ അത് ഓക്കെ കുമാരെന്നാണ് കേട്ടത്. അത് ഓക്കെ കുമാരന്റെ ഇഷ്ടം പോലെ എന്നുള്ള ഓക്കെ ആയി തോന്നിയ ആൾക്കാർക്ക്, അതെനിക്ക് അറിയില്ല. അങ്ങനെ അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഡബ് ചെയ്ത സീരിയൽ ആദ്യം വൈറലായ ഒരു സംഭവം അതായിരുന്നു. ഒരുപാട് ആൾക്കാർ അത് കാണുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ബാബരാണ് ആ ഡയലോഗ് പറയുന്നത്. ഞാൻ അതിനകത്ത് ഓപ്പോസിറ്റ് അയ്യപ്പനെ ഡബ് ചെയ്തിരുന്നു. ഇത്രയും പുരാണമായ അല്ലെങ്കിൽ പുരാണ സീരിയലുകളിൽ കൂടുതലും ചെയ്തിട്ടുള്ള പുരാണങ്ങളാണ് അല്ലെ? കൂടുതൽ പുരാണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ കണ്ണന്റെ രാധയും അന്ന് ഞാൻ കണ്ണന്റെ രാധ ചെയ്യുന്ന സമയത്താണ് ഈ ഏഷ്യാനെറ്റിലും അമൃതയിലും അയ്യപ്പൻ ചെയ്യുന്നതും ആ സമയത്തായിരുന്നു. അതിൽ രണ്ടിലും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടി എനിക്ക്. അതിനകത്ത് ഒരു ഗന്ധർവനായിട്ടും മറ്റതിലൊരു ശ്വേതകേതു എന്ന് പറഞ്ഞിട്ടൊരു മുനികുമാരനുമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏഷ്യാനെറ്റിൽ അമൃതയിലും ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ പുരാണം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ണൻ്റെ രാധ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാൻ മറ്റുള്ള കൊമേഴ്ഷ്യൽ സീരിയലും ഒരുപാട് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് കടപ്പാട് എടുത്തു പറയേണ്ടത് ഷർമർ വിൽസൺ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഓണറാണ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് നായക കഥാപാത്രങ്ങൾ തന്നത് ഷർമറേട്ടനാണ്. അപ്പോൾ സൗണ്ട് മാക്സ് എന്ന സ്റ്റുഡിയോയിലാണ് ഞാൻ പോകുന്നതും. ആദ്യം അവിടെ കാർട്ടൂൺസ് കൊച്ചി ടി വിക്ക് വേണ്ടിയിട്ട് എൻ്റെ ശബ്ദം എനിക്ക് തോന്നുന്നു ഈ സീരിയൽസിലൊക്കെ വരുന്നതിന് മുമ്പ് കാർട്ടൂൺസിലൂടെ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. കൊച്ചി ടി വിയുടെ ഒരുപാട് കാർട്ടൂൺസ് ഞാനും ഈ എൻ്റെ കൂടെ രാധയ്ക്ക് ഡബ് ചെയ്ത സൂര്യയും കൂടിയായിരുന്നു. ഞങ്ങളായിരുന്നു പേര് ഒരുമിച്ച്. എടുത്തു പറയാൻ പറ്റുന്ന കാർട്ടൂൺസ് ഒരുപാട്. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറയല്ല, ലില്ലി എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ, അത് വളരെ പോപ്പുലർ ആയിരുന്നു. ഇപ്പോൾ അത് ഹൈഡി എന്നുള്ള പേരിൽ വീണ്ടും അത് റീറ്റെയിൽ കാസ്റ്റ് ചെയ്യുന്നു. അത് വീണ്ടും ഞാൻ ഇപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലും ഹൈഡി എന്ന പേരിൽ കൊച്ചി ടി വിയിൽ ലില്ലി എന്ന സീരിയൽ ഞങ്ങളുടെ കൊച്ചു പ്രേക്ഷകർക്ക് അതൊന്ന് പറയാമോ? ഒരു എന്തിനും ഇപ്പൊ ശബ്ദം ചോദിക്കുകയാണ്. ഹൈദിയിൽ ഇപ്പോൾ ലില്ലി എന്നുള്ള സീരീസ് എന്നാണ് എൻ്റെ പേര്, ലില്ലി. ഇപ്പോൾ അത് പേര് മാറ്റിയിട്ട് ഹൈഡി എന്നുള്ള പേരിലാണ് ഞങ്ങൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഉടനെ തന്നെ കൊച്ചി ടി വിയിൽ അത് സംപ്രേഷണം ആരംഭിക്കും. അപ്പോൾ ഹൈഡിയിൽ പീറ്റർ എന്ന മെയിൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പീറ്ററും ലില്ലിയും ഹൈഡിയുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് നല്ല വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കാർട്ടൂണാണ് ഹൈദി എന്ന് പറയുന്നത് കാർട്ടൂൺ. അതിനകത്ത് ഡയലോഗ്സൊക്കെ എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. എന്തായാലും ഇത് ഇംഗ്ലീഷ് മൊഴിമാട്ടല്ലേ? അതെ അതെ അതെ, ഇംഗ്ലീഷ് ടു മലയാളമാണ്. അതിനകത്ത് ഒരു ആട്ടിടയനാണ് പിന്നെ പീറ്റർ. അപ്പോൾ ഹൈദി എന്ന് പറഞ്ഞ കുട്ടി നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് വരികയും അവളെ ആട്ടിടയത്തി ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പയ്യൻ, അവരുടെ കുറച്ച് കുസൃതികളും അവർ സ്കൂളിൽ പോകുന്നതും അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ അതിൽ കുറച്ച് ശബ്ദമൊക്കെ ചേഞ്ച് ചെയ്താ പറയുന്നത്. അതുകൊണ്ട് എനിക്കത് ചേഞ്ചിങ് ആണ് കേൾക്കാൻ. അയ്യോ, അത് നമുക്കത് മൈക്കിൽ കൂടി പറയുമ്പോൾ വരുന്നത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഹൈദി വാ, ഹൈദി നോക്ക്, നമുക്ക് നാടുകളെ മേയ്ക്കണ്ടേ, നീ എന്ത് നോക്കി നിൽക്ക? അങ്കിൾ പറഞ്ഞതല്ലേ ഹൈദി, വാ വേഗം പോവാം, മഞ്ഞുകാലം തുടങ്ങാറായി, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇങ്ങനെ പോകുന്നൊരു സാധനമാണത്. അപ്പോൾ ഈ ഒരു കഥാപാത്രം ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പീറ്ററിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ കണ്ണൻ്റെ രാധ വരുന്നതിന് മുന്നേ ഒരുപാട് ആൾക്കാർ കൊച്ചി ടി വിയുടെ തന്നെ എന്താണ് റോബോ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ജെയ്മിയുടെ ജാങ്കോവാല്, എനിക്ക് പേരുകളൊന്നും ഇപ്പൊ കൃത്യമായിട്ട് ഓർമ്മ. ഞാനും സൂര്യയും ഈ പറഞ്ഞ പോലെ ഞാനും സൂര്യയായിരുന്നു അന്നത്തെ ഹീറോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം കൊച്ചി ടി വിക്കാർ തന്നെ പറഞ്ഞു ഇനി ഈ ഒരു കോംബോ മതി, നമുക്ക് ഇനി കുറച്ച് പുതിയ വോയിസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറേ സീരിയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചി ടി വിക്കാർ പിന്നെ ശബ്ദം മാറ്റാൻ പറഞ്ഞു. അങ്ങനെ വേറെ ആൾക്കാർ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊച്ചി ടി വിയുടെ ഒരു അവിഭാജ്യ ഘടകം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആ സമയത്തൊക്കെ. പിന്നീടാണ് കണ്ണൻ്റെ രാധ വരുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞ ഷർമറേട്ടൻ്റെ തന്നെ സീരിയൽ സൂര്യ ടി വി പോയിക്കൊണ്ടിരുന്ന പ്രേമം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ പോയിക്കൊണ്ടിരുന്നു. അതിനകത്ത് അജയ് എന്നൊരു കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തു. എൻ്റെ പേരായിട്ട് സൂര്യ തന്നെയായിരുന്നു അതിനകത്ത് ഡബ് ചെയ്തിരുന്നത്. പ്രാണസഖി എന്ന് പറഞ്ഞിട്ട് സൂര്യ ടി വിയിൽ വന്നൊരു ഒരുപാട് സീരിയൽ പോകുന്നുണ്ട്. പിന്നെ ഏഷ്യാനെറ്റിൽ ഞാൻ ഈ കണ്ണൻ്റെ രാധ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ജിമോളീഷിയുടെ തന്നെ വേറെ സീരിയൽ പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് കാണാമറിയത്ത് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ പോയിക്കൊണ്ടിരുന്നു. അതിനകത്ത് ഒരു ഡോക്ടറുടെ കഥാപാത്രം ഹീറോ ആ ഡോക്ടർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിന്ദൂരം എന്ന് പറഞ്ഞിട്ട് സി കേരളത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയൽ, അതിനകത്തും പ്രണവ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. 1000 എപ്പിസോഡോളം അത് പ്രണവിന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് സി കേരളത്തിൽ പോയിക്കൊണ്ടിരുന്ന സീരിയൽ, സി കേരളത്തിൽ തന്നെ നാഗകന്യക 2 എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തിരക്കെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആ സമയത്ത് സീരിയൽ എന്താ വെച്ചാൽ ആ സമയത്ത് ഒരുപാട് പേര്, ഞാൻ അത് ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണ്, ഈ കണ്ണൻ്റെ രാധ സീരിയൽ വളരെ പോപ്പുലറായ സമയത്ത് എനിക്കത് ഒരുപാട് എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ്റെ ശബ്ദമായിട്ട് അങ്ങ് രജിസ്റ്റർ ചെയ്തു. കാരണം ഈ നമ്മുടെ എല്ലാ സ്റ്റുഡിയോസും ട്രിവാൻഡ്രത്ത് ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ട്. അപ്പം അവിടെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻസ് ആൾക്കാരെല്ലാവരും അയ്യോ അനീഷിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൻ്റെ ശബ്ദമാണ്, അതുകൊണ്ട് വിളിക്കണ്ട, ആ കഥാപാത്രം ശരിയാവില്ല, ഇനി അയാൾ ചെയ്താൽ ശരിയാവില്ല, അത് കണ്ണനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ ചെയ്ത ഒരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഈ 3 നേരത്തെ പറഞ്ഞ കാർട്ടൂൺ കഥാപാത്രമായിട്ട് ഒന്ന് പറയാമെന്ന് ചോദിച്ചത്. ഒരുപാട് വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇതിനൊരു മറുപടി അല്ലേ? തീർച്ചയായിട്ടും എനിക്കതിൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഈ സീരിയൽസ് ഒക്കെ കാണുമ്പോൾ അയ്യോ എനിക്ക് പറ്റിയ കഥാപാത്രമായിരുന്നല്ലോ, പലപ്പോഴും ബേസ് വോയിസ് ഉള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. അത് പലരും അത് കണ്ണൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിരുന്ന അവഗണിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴും അത് ഉണ്ട്. അതിനെല്ലാം ഭഗവാൻ തന്ന ഒരു മറുപടിയായിട്ട് ഞാൻ പലപ്പോഴും ഇത് വിചാരിക്കണം. കാരണം ഇങ്ങനെ ഒരു റീൽ അത് കോമിക്കായിട്ടായിരിക്കാം ജനങ്ങൾ എടുത്തത്, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവോ പോസിറ്റീവോ വാട്ടെവർ, പക്ഷേ അത് നമുക്ക് ഭഗവാൻ തന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം ഭഗവാന്റെ നാമത്തിൽ ഞാൻ ചെയ്ത ഒരു കാര്യം അത് ഒരു ഇത്രയും
വർഷം കഴിഞ്ഞു ടെലികാസ്റ്റിംഗ് കഴിഞ്ഞിട്ടും ഇപ്പോൾ ആ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് ഈ ഒരു ഡയലോഗ് ഇത്രയും ഒരു ജനങ്ങൾ ഏറ്റെടുത്ത് അത് എല്ലാവരും അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മലയാളികളും ഈ ഒരു ഡയലോഗ് ഏറ്റെടുത്ത് അത് ഹൃദയത്തിലേറ്റി എന്നെ തേടി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് ഇടുകയും ഇത് ചേട്ടനായിരുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം ഒരു 1000 അവാർഡോ ഒരു 10,000 സിനിമയോ ഒക്കെ ചെയ്താൽ കിട്ടുന്നതിന് അപ്പുറമാണ് എനിക്ക് ഒരു സീരിയൽ. ഞാനത് അഭിമാനത്തോട് പറയുന്നത്, ഞാൻ 1 or 2 സീരിയലുകൾ ചെയ്തിട്ടുള്ളൂ എങ്കിൽ കൂടിയും എനിക്ക് കണ്ണൻ്റെ രാധ ചെയ്യാൻ പറ്റിയത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. ഭഗവാൻ കൃഷ്ണൻ എന്നെ നിയോഗിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ 800-900 എപ്പിസോഡോളം ഈ ഒരു സീരിയൽ പോയി തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് കൃഷ്ണന് ശബ്ദം മാറാതെ ചെയ്യാൻ പറ്റി എന്നുള്ളത്. രാധയ്ക്ക് 3 രാധമാർ മാറി ഡബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കൃഷ്ണൻ ഒരാൾ തന്നെ ഡബ് ചെയ്തത് എൻ്റെ കഴിവല്ല, ഭഗവാൻ എന്നെ നിയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ സത്യം. കടുത്ത ഈശ്വര വിശ്വാസിയാണ്. ഈ ഇന്റർവ്യൂ തുടങ്ങിയ ആ സമയം മുതൽ ഇപ്പോൾ തീരാൻ പോകുന്നു അല്ലെങ്കിൽ അവസാനിക്കാറായ സമയം വരെ എല്ലാം ഈശ്വരനിലാണ്. ഇതൊന്നും നമ്മുടെ കഴിവല്ലല്ലോ. ഒരു നമ്മൾ ഡബ് ചെയ്യുക ഒരു കഥാപാത്രം ഈ ഒരു സ്റ്റാർ ഭാരതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സീരിയലിന്റെ പ്രൊമോ പോകുന്ന സമയത്ത് എൻ്റെ ബ്രദർ ഇത് TV-യിൽ ഇത് പ്രൊമോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ ഭാരതി ഇങ്ങനെ ചാനൽ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇത് കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ എൻ്റെ ഒരു മ്യൂസിക് ഭയങ്കര ടച്ചിങ് മ്യൂസിക് ആണ്. അപ്പോൾ ഇതിങ്ങനെ പുള്ളി ഇങ്ങനെ ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു പ്രൊമോ കണ്ടിട്ട് ഞാനിങ്ങനെ അതോട് പാസ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് അയ്യോ അതൊന്നുകൂടി ഇട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പ്രൊമോ കാണുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഈ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ ഭഗവാനെ സാക്ഷി നിർത്തി പറയാം. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ എന്നെ ഇതിൻ്റെ വോയിസ് ടെസ്റ്റിന് വിളിക്കുമെന്ന് പറയുമ്പോൾ അതെനിക്കറിയില്ല അത് എങ്ങനെ സംഭവിച്ചു. ഇപ്പോഴും ഞാനതൊരു വലിയ മിറക്കിളായിട്ട് കാണുന്നു. അതുപോലെ ഈ സീരിയലിൽ പലപ്പോഴും എൻ്റെ ശബ്ദം മാറേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഭഗവാൻ അതിൽ എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യിച്ചു എന്നുള്ളത് ഭഗവാന്റെ ശക്തി തന്നെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കോവിഡ് സമയത്തൊക്കെ ഇതിനകത്ത് ഡബ് ചെയ്തിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും, ഇത് ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് അറിയാം, ഇതിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും മാറി ഡബ് ചെയ്യേണ്ടി വന്നു. ബലരാമൻ, രാധ, കൃഷ്ണൻ്റെ അമ്മ, രാധയുടെ അമ്മ തുടങ്ങിയ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു ഓപ്ഷൻ വരേണ്ടി വന്നു. അപ്പോഴും ഭഗവാൻ ഈ സ്ക്രിപ്റ്റ് എനിക്ക് കൊണ്ടുതരുന്ന പയ്യൻ മനു കൃഷ്ണ, അവനാണ് എനിക്ക് സ്ക്രിപ്റ്റ് കൈക്കൊണ്ടുവന്നിട്ട് ഡബ് ചെയ്യിക്കുന്നത്. അവൻ അന്ന് രാത്രി കോവിഡ് പോസിറ്റീവായിട്ട് അവനും ഹോസ്പിറ്റലായി. എന്നിട്ടും എനിക്ക് കോവിഡ് വന്നിട്ടില്ല. അത് സ്റ്റുഡിയോ പൂട്ടേണ്ട അവസ്ഥ വന്നു. ഈ വർക്ക് വേറൊരു സ്റ്റുഡിയോ കൊണ്ടുപോയി അവിടെ നിന്ന് ഡബ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അതെങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത്. ലാസ്റ്റ് തുടക്കം ഇത് 2 തവണ ഈ സീരിയൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ഇത് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യണമെന്ന ഏഷ്യാനെറ്റിനോട് ആവശ്യപ്പെടുക. ഇപ്പോഴും ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ട്, ചേട്ടാ ഇത് വീണ്ടും ഒന്നുകൂടി അത് ടെലികാസ്റ്റ് ചെയ്യുക, ഫുൾ എപ്പിസോഡ് ഇത് കാണിച്ചിട്ടില്ല. അപ്പോൾ രാധാകൃഷ്ണനെ പോയി മുഴുവൻ എപ്പിസോഡും ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, ഇത് വീണ്ടും ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യണം, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ പറയാം അതൊന്നും എൻ്റെ കയ്യിലല്ല, അതൊക്കെ ചാനലിൻ്റെ തീരുമാനമാണെന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ആ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് തന്നെ കൃഷ്ണനെ ഡബ് ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് ഭഗവാന്റെ വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് കാണും. തീർച്ചയായിട്ടും. അതിനെനിക്ക് ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. ഇതിനകത്ത് കൃഷ്ണന്റെ ഡിവോട്ടി ആണോ ചോദിച്ചില്ലേ? തീർച്ചയായിട്ടും കൃഷ്ണൻ. ഞാൻ അതാണ് ഇപ്പം ഭക്തി കൂടുതൽ ഞാൻ ഇന്റർവ്യൂവിൽ ഉടനീളം അങ്ങ് ഇങ്ങനെ എല്ലാം ഭഗവാൻ എന്നുള്ളൊരു സെന്റൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഭക്തി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു അന്ധമായ ഭക്തിയല്ല, നമുക്ക് ഭഗവാനോട് ഭക്തിയെക്കാട്ടിലുപരി ഞാൻ ഭഗവാനെ സ്നേഹിക്കുകയാണ്. അതായിരിക്കും ഒരു കറക്റ്റായിട്ടുള്ളൊരു വാക്കെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ ഒരു ആരാധന എന്ന് പറയുന്ന എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു എന്ന് പറയും. സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിലേക്ക് സ്വയം സമർപ്പിക്കുകയാണ്, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനിൽ അർപ്പിക്കണം. അതാണ് സത്യത്തിൽ ഞാനും ഭഗവാനും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയാം. ഇതിനകത്ത് കോവിഡ് സമയം വന്നു, അത് ഫുൾ നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ ഇത് നമ്മൾ ലോക്ക്ഡൗൺ വന്ന സമയത്ത്, ഈ ലോക്ക്ഡൗൺ വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് കംസവധം. അന്ന് ഞാനൊരു വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എങ്കിൽ കൂടിയും അന്ന് ഫുൾ പ്രത്യേകം വ്രതമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കംസവധമാണ് അന്ന് ഡബ് ചെയ്യുന്നത്. അപ്പോൾ കംസനെ നിഗ്രഹിക്കുന്ന സീനാണ്. അപ്പോൾ വളരെ എഫേർട്ട് എടുത്തിട്ട് വളരെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി വൈകുന്നേരം വരെ വന്ന് ഡബ് ചെയ്തു. അപ്പോൾ അത്രയും സീൻസ് ഹെവി ഡബിങ് ആയിരുന്നു, അതിനകത്ത് അത്രയും ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഡബ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാ എപ്പിസോഡിൻ്റെയും അവസാനം കൃഷ്ണവാണി എന്നൊരു സാധനമുണ്ട്, അതായത് ആൾക്കാർക്ക് ഉപദേശം മനസ്സിലായി. അതെ, അപ്പോൾ അതാണ് അതിൻ്റെ കാതലായ പോർഷൻ. അപ്പോൾ ഈ കംസവധം കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ അമ്മാവനെ നിഗ്രഹിച്ചതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഒരു കൃഷ്ണവാണി ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് പൂർണ്ണമാവില്ല. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃഷ്ണവാണിയായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ ഒരുപാട് ടയേർഡായി. അപ്പോൾ ജിമോളി പ്രൊഡക്ഷൻ ചേച്ചി വന്നിട്ട് പറഞ്ഞു, അനീഷ് നമുക്ക് ഇന്ന് മതിയാക്കാം, കൃഷ്ണവാണി നമുക്ക് നാളെ എടുക്കാം, എപ്പിസോഡ് ഡബ് ചെയ്തല്ലോ, കൃഷ്ണവാണി നമുക്ക് നാളെ ഡബ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രിയാണ് ഇത് ലോക്ക്ഡൗൺ, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ, നാളെ മുതൽ പുറത്തിറക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം അവർ മിക്സ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് അവർ പോയി. അപ്പോൾ എൻ്റെ ഈ പോർഷൻ ഡബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഈ എപ്പിസോഡ് വിടുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ജിമ്മോളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ കുഴപ്പമില്ല, നമ്മൾ പഴയ എപ്പിസോഡിലുള്ള ഏതെങ്കിലും കൃഷ്ണവാണി അത് കട്ട് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ചേർത്തോളാം. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഡബ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല, കാരണം വണ്ടി ഒന്നും കടത്തി വിടത്തില്ല. അപ്പോൾ എന്തായാലും എത്താൻ പറ്റത്തില്ല. അവർക്ക് ഏഷ്യൻ്റെ വണ്ടി അയച്ചിട്ടാണ് അവർ പോയി മിക്സ് ചെയ്യുന്നതൊക്കെ.
അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി നോക്കട്ടെ, ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കാം എന്ന് വെച്ചിട്ട് ഞാൻ 2 വീലർ എടുത്തിട്ട് അമ്മയോടൊന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞ അമ്മ വിടത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വിജനമാണ്, റോഡിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് നിൽപ്പുണ്ട്, എല്ലാം ചെക്കിംഗ് ആണ്, ആരും കടത്തി വിടുന്നില്ല, വരുന്നവരൊക്കെ തിരിച്ചു വിടുകയാണ്. എന്താണെന്നറിയില്ല, ഞാൻ വളരെ മെയിൻ പാത്തിലൂടെയാണ്, ഈ കവടിയാർ ഭാഗം രാജവീതിയിലൂടെയാണ് വരുന്നത്. എന്താണെന്നറിയില്ല, ഭഗവാന്റെ നിയോഗം പോലെ എന്നെ ആരും ഒരു പോലീസും ഒരിടത്തും കണ്ടിട്ടും തടഞ്ഞു നിർത്താതെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തത് മാത്രം ഓർമ്മയുണ്ട്. ഞാൻ തിരിച്ച് ഒരു 15 മിനിറ്റിനുള്ളിൽ സ്റ്റുഡിയോയിൽ എത്തുകയും ആ പോർഷൻ ഡബ് ചെയ്യുകയും തിരിച്ചു പോരുകയും ചെയ്തു. അത് ഞാൻ ഇപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ അതെങ്ങനെ സംഭവിച്ചു. അപ്പോൾ എല്ലാവർക്കും അതിശയമായിരുന്നു, ഞാൻ എങ്ങനെ ഡബ് ചെയ്യാൻ വന്നു, ഇത്രയും ആൾക്കാരെ കടത്തിവിടാത്തപ്പോൾ അനീഷ് എങ്ങനെ വന്നു ഡബ് ചെയ്തു എന്നുള്ളത്. ഒരുപക്ഷെ ഭഗവാൻ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ കാണിച്ച് കാണത്തില്ല, ഒരു മായയാൽ എന്നെ മറച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ കണ്ണന്റെ രാധ ഡബ് ചെയ്തതുകൊണ്ട് അനുഭവങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന ഒരു ആത്മാർത്ഥത, അത് മറ്റുള്ളവർ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരത് നമ്മൾ അത് ശരിയല്ലെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ സ്വയം ത്യജിച്ചല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടെ ഒരു കാര്യം ചെയ്താൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ അതിന് ഫലം തരും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇത്രയും 2018 തൊട്ട് 2022 വരെയോ മറ്റു സീരിയൽ പോയിട്ടും ഇപ്പോൾ ഈ ഒരു സംഭവം ആൾക്കാരത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ എനിക്ക് തന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കാണണം, അല്ലേ? നമ്മൾ ഒരു സിനിമ ചെയ്താൽ കിട്ടാത്ത ഒരു അംഗീകാരം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ FM-ലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കധികം അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല. ഇല്ല, അനർഗളം നിർഗളം ഇങ്ങനെ അറിയോ സംസാരിക്കാൻ നമ്മൾ അറിയാതെ വന്നു പോകുന്ന സാധനങ്ങളാണ്. തീർച്ചയായിട്ടും അതൊരു ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് മുന്നോട്ട് പോട്ടെ, ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ശബ്ദം നൽകാൻ കഴിയട്ടെ, ഈ മുഖം വലിയ സ്ക്രീനിൽ വരട്ടെ, ആശംസ. താങ്ക് യു സോ മച്ച്. അബാക് മീഡിയ ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം വൈറലായതിനു ശേഷം ആദ്യമായിട്ട് എടുക്കുന്നത് അബാക് മീഡിയയുടെ ഇൻ്റർവ്യൂ ആണ്. മുന്നേ ഞാൻ കുറേ ചാനലിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ വൃന്ദാവനം കണ്ടെത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ഞാൻ അബാക് മീഡിയക്ക് തരുന്നത്. ഒരുപാട് സന്തോഷം ഇങ്ങനെ എന്നെ വിളിച്ചതിലും ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തതിലും ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അനീഷ്, സ്വാഗതം. നമസ്കാരം. ഇതൊരു വല്ലാത്ത ഞാൻ സ്ക്രീനില്ലല്ലോ, അത് ഓഫ് ചെയ്ത് വെച്ചേക്കല്ലേ? അത് ഓണാണോ? ആണോ?